ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് PSC വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSI സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് ഭാഗം 1 സ്റ്റാൻഡേർഡ് 9th ചാപ്റ്ററാണ് പഠിക്കുന്നത്. 9th ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ലോകത്തിൻ്റെ നെറുകയിൽ എന്നുള്ളതാണ്. ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യ എന്നതൊരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ്. അങ്ങനെ തുടങ്ങി കുറച്ച് ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ് പാർട്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടുള്ളത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയെ തരം തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഭൂപ്രകൃതി സവിശേഷത അനുസരിച്ച് ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. എങ്ങനെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, സമതലങ്ങളും ദ്വീപുകളും. ഉത്തരപർവ്വത മേഖലയുണ്ട്, സമതലമുണ്ട്, പീഠഭൂമിയുണ്ട്, മരുഭൂമിയുണ്ട്, സമതലങ്ങളും ദ്വീപുകളുണ്ട്. ഓക്കെ അല്ലേ? അത്രയും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം. അത് പറഞ്ഞിട്ടുണ്ട്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വത നിരകളെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് കുൻലൂൺ, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ് തുടങ്ങിയവ. കുൻലൂൺ, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ് തുടങ്ങിയവ എന്താണ്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വത നിരകളാണ്. പാമീറിനെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത്. ആ 3 പർവ്വത നിരകളും പഠിക്കുക. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത നിരകളാണ് കുൻലൂനും ടിയാൻഷാനും ഹിന്ദുക്കുഷ് തുടങ്ങിയവ. ഉത്തരപർവ്വത മേഖലയുടെ ഒരു ലൊക്കേഷനൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കായിട്ടുള്ള അതിരാണ് ഉത്തരപർവ്വത മേഖല. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായ മേഖലയാണ് ഉത്തരപർവ്വത മേഖല. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ പർവ്വത നിരകളാണ് ഇവ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഇവ. ഉത്തരപർവ്വത മേഖല എങ്ങനെയാണ് രൂപം കൊണ്ടത്? വലനം സംഭവിച്ചാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഹൈറ്റ് അതൊക്കെ നോക്കാം. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി. 2400 കിലോമീറ്റർ നീളത്തിൽ 150 മുതൽ 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഉത്തരപർവ്വത മേഖലയെ നമുക്ക് 3ആയിട്ട് തരം തിരിക്കാം. ഉത്തരപർവ്വത മേഖല എങ്ങനെയാണ് രൂപം കൊണ്ടത്? ആ പ്രക്രിയയാണ് വലനം. പിന്നീട് അതിൻ്റെ നീളവും അതേണക്കന്നെ ഉയരം നമ്മൾ നോക്കി. ഇനി 3ആയിട്ട് തരംതിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെയാണ് ഉത്തരപർവ്വത മേഖലയെ നമ്മൾ തരം തിരിക്കുന്നത്. അടുത്തത് മടക്ക് പർവ്വതങ്ങൾ എന്താണെന്ന് നോക്കാം. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങിയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ആ പ്രക്രിയയാണ് വലനം. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത്. അതിന് എക്സാമ്പിളാണ് വലനം സംഭവിച്ച് രൂപപ്പെട്ടതാണ് ഹിമാലയം, ആൽപ്സ് തുടങ്ങിയവ. ഹിമാലയവും ആൽപ്സുമാണ് വലനം സംഭവിച്ച് രൂപപ്പെട്ടിട്ടുള്ള പർവ്വത നിരകളായിട്ട് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ സെറ്റല്ലേ? ഉത്തരപർവ്വത മേഖലയുടെ ഡിവിഷനാണ് നമ്മളിവിടെ പഠിച്ചത്. വലനം എന്നുള്ള പ്രക്രിയ പഠിച്ചു, മടക്ക് പർവ്വതങ്ങൾ എന്താണെന്ന് പഠിച്ചു. എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക.